കൺമണി കേൾക്കുമ്പോൾ നമുക്ക് പ്രണയം, റൊമാൻസ്, പാർട്ട്ണർ അതൊക്കെയായിരുന്നു. പക്ഷേ ഫെബ്രുവരി 22 ശേഷം ആ സോങ് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആന്തമാക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ഈ പാട്ടില്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എഴുതിയത്. പാട്ടിന്റെ റൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് റിലേറ്റഡ് ഏത് റീൽ കണ്ടാലും അതിന്റെ ഇടയിൽ ചന്തുവിന്റെ കമന്റ് ഉണ്ടാവും. അവരൊരു കമന്റ് അല്ലേ അപ്പൊ ഉലകനായകനെ കണ്ട ആ ഒരു മൊമെന്റ് ഭയങ്കര ഒരു ഞാനൊന്നും സംസാരിച്ചു കൂടി ഇല്ല പുള്ളി അടുത്ത്. എന്താ കണ്ടങ്ങ് ഷോക്കായി നിന്നല്ലേ? പുള്ളി കരഞ്ഞു. പുള്ളിക്ക് ക്ലൈമാക്സ് കണ്ടപ്പോ ഗൂസ് ബംസ് വന്നു. അച്ഛൻ്റെ ചെറുപ്പം ചെയ്യാനാണ് എപ്പോഴും വിളിക്കുക, അതിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ. എന്നാലും ഫിലിം കണ്ടതിന് ശേഷം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും കണ്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ആ സെറ്റ് ആദ്യമായിട്ട് കണ്ടപ്പോ എന്തായിരുന്നു മൈൻഡിലൂടെ പോയ? മൊത്തം ഒരു ഹോളിവുഡ് സെറ്റപ്പാ. ക്രിയേറ്റ് ചെയ്തു. ചെടിയൊക്കെ കുറച്ചില്ലായിരുന്നു. ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. പല ആൾക്കാർക്കും എല്ലാരും പറയണ ഡ്രൈവറായിട്ട് ചെയ്ത പുള്ളി തകർത്തു, പക്ഷെ അത് ഇദ്ദേഹമാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ റഹീമിന്റെ പെർഫോമൻസിനെ വിലയിരുത്തുന്ന ഒരാളല്ലായിരിക്കും. നന്നായിരുന്നു എന്നൊക്കെ. ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയോട് കൂടിയാണ് വെൽക്കം ചെയ്യുന്നത്. കാരണം ഇപ്പോഴും തിയേറ്ററിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിലെ ഒരാളാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചന്തു ആണ്. വെൽക്കം ടു ദി ഷോ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഡേ പോയി കണ്ടൊരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടമായി ആൻഡ് ഇപ്പോഴും അത് സക്സസ്ഫുൾ റൺ ചെയ്യുന്നു. 100 crores കഴിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. ഇപ്പോൾ എന്താ പറയുക, ഈ ഡയലോഗ്സ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പല ഡയലോഗ്സും നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഡയലോഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ മഞ്ഞുമൽ ബോയ്സിനുണ്ട് അങ്ങനത്തെ ഒരു ചരിത്രം. അച്ഛൻ്റെ വഴിയെ തന്നെ സഞ്ചരിച്ചു. ഇപ്പോൾ ലൂസ് അടിക്കടാന്നുള്ള ഡയലോഗ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ ഇടയിൽ അതുണ്ട്, ഇവിടെയും ഉണ്ട്. ഈ സിറ്റുവേഷൻ വരുമ്പോൾ ലൂസ് അടിക്കടാ എന്നൊരു സാധനം. അതേപോലെ സുഷിൻ പറഞ്ഞ എന്താ സീൻ മാറും എന്നൊക്കെ ഉള്ളൊരു ഡയലോഗ്. അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി സീൻ മാറ്റി. ഭയങ്കര നിങ്ങൾ ഓൾറെഡി വിചാരിച്ചിരുന്ന ഒരു സക്സസ് ആണോ, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് അറിയായിരുന്നു? നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത്. നമ്മൾ ആലോചിച്ചിരുന്നു, ആവുമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു ഒരുപാട്. അതങ്ങനെ ആയി തീർന്നതിൽ ഭയങ്കര സന്തോഷം. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു പടമാണ് ഇറക്കി വിടുന്നത്. അപ്പൊ അതിന്റെ രീതിയിൽ ഒരിക്കലും ആൾക്കാർ ഇത് കണ്ടിട്ട് ഒരു ആവറേജ് പടം ഓക്കെ കുഴപ്പമില്ല എന്നൊന്നും പറയരുത്, അങ്ങനെ പറയരുതെന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊരു നല്ല സിനിമയാണെന്നുള്ള രീതിയിൽ തന്നെ ആൾക്കാർ പറയണം എന്നായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് അതുപോലെ തന്നെ വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പൊ എനിക്കറിയാം ആൾക്ക് ത്രോട്ട് ഇഷ്യൂസ് ഉണ്ട്, സൗണ്ടിന് വയ്യായിട്ടുണ്ട്. എന്നാൽ ആ ഒരു ഡയലോഗ് ഞങ്ങളുടെ ചെറുതായിട്ട് ശരിയാവില്ല. ഇത് സ്ട്രെയിൻ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്. വോയിസ് റെസ്റ്റ് ആണോ? ഞാൻ ഇന്റർവ്യൂ വരുന്നില്ലേ? അതന്നെ വലിയ കാര്യം. അല്ല, ഞാൻ നാളത്തേക്ക് വെക്കാന്ന് പറഞ്ഞതാ, പിന്നെ ഇന്ന് തന്നെ ആക്കി. ഓക്കെ, ശരി, കുഴപ്പമില്ല. ഇപ്പോ ഞാൻ ഒരു പോസ്റ്റ്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണല്ലേ? ഇപ്പൊ ഈ മറ്റിപ്പം ഭയങ്കര ട്രെൻഡിങ് റീൽസ് ഉണ്ടല്ലോ, ഇന്നാള് കമന്റ് ചെയ്താലേ ഞങ്ങൾ ഇത് ചെയ്യത്തുള്ളൂ. അത് ഏത് വീഡിയോസ്, മഞ്ഞുമൽ ബോയ്സ് റിലേറ്റഡ് ഏത് റീൽ കണ്ടാലും അതിന്റെ ഇടയിൽ ചന്തുവിന്റെ കമന്റ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഞാനിങ്ങനെ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്ത് കണ്ട ഒരു സാധനമാണ്. മറ്റേ കൊടൈക്കനാലില് ക്ലിഫ്റ്റൺ ഹോട്ടലിൽ പോകുമ്പോ ചിദംബരത്തിന്റെ കൂടെ പോകുമ്പോ റണ്ണിങ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന സമയത്ത് നമ്മള് 100 crores ഒരു പോസ്റ്റർ റിലീസ് ചെയ്തായിരുന്നു. അപ്പൊ അത് നമ്മള് ഫസ്റ്റ് ആ പോസ്റ്റർ കാണുമ്പോ നമ്മള് ഫോട്ടോഗ്രാഫർ രോഹിത്താണ് ആ സ്റ്റിൽ എടുത്തത്. രോഹിത്താണ് എല്ലാ സ്റ്റില്ലിന്റെ പുറകിലുള്ള വീരൻ. അപ്പൊ രോഹിത് എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ ചിതു ഞാൻ ഷൈജുക്കെ ബസ്സിയാരൊക്കെയായിരുന്നു, ബസ്സിന്റെ ശ്രീരാഘവന്റെ കണ്ടിരിക്കുമ്പോ രോഹിത് പറഞ്ഞിങ്ങനെ നമുക്കിതിങ്ങനെ എടുത്തിട്ട് നമുക്ക് റണ്ണിങ് സക്സസ്ഫുള്ളി തിയേറ്റേഴ്സ് നിയറി ഒന്ന് അടിച്ചു കൊടുക്കാം, അങ്ങനെ അതിന് പറ്റിയ പോസ്റ്ററാന്ന് പറഞ്ഞു ആണ് അതന്ന് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് 100 കോടി, അത് ഞങ്ങൾ റണ്ണിങ് സക്സസ്ഫുള്ളി മാറ്റി അവിടെ 100 കോടി. അപ്പോ എനിക്ക് ഇപ്പൊ തമിഴ്നാട്ടിലും അത് ഭയങ്കര ഹിറ്റായി. ഇപ്പൊ എനിക്ക് 2024 മലയാള സിനിമയ്ക്ക് ഭയങ്കര ഒരു ലക്കി ഇയർ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇറങ്ങിയ എല്ലാ റിലീസുകളും ഭയങ്കര ഹിറ്റാണ്. അതിലിപ്പോൾ പല സിനിമകളിലും നമ്മൾ പണ്ട് കണ്ട നല്ല നല്ല സോങ്സ് ഒക്കെ ഇപ്പോഴും മോശമാക്കാതെ ഇപ്പോൾ ഉള്ള സിനിമകളുണ്ട്. ഇപ്പം ഓസ്ലറിലാണെങ്കിലും പ്രേമലുവിലാണെങ്കിലും അതേപോലെ തന്നെയാണ് നമ്മുടെ മഞ്ഞുമല്ല. കൺമണി
പ്രേമലുണ്ട് ഓ രാധികേ അതൊരു ഓസിലറിൽ പൂമാനം. അപ്പോൾ ഫെബ്രുവരി 22 മുന്നേ വരെ ആ സോങ് കേൾക്കുമ്പോൾ കൺമണി കേൾക്കുമ്പോൾ നമുക്ക് പ്രണയം, റൊമാൻസ്, പാർട്ട്ണർ അതൊക്കെയായിരുന്നു. പക്ഷേ ഫെബ്രുവരി 22 ശേഷം ആ സോങ് ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ആന്തമാക്കി നിങ്ങൾ മാറ്റിയിരിക്കുകയാണ്. അതോ ചിതുവിന്റെ തലയിലുദിച്ച ബുദ്ധിയാണ് അത്. ചിതുവിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ചിതു ആണ് അതങ്ങനെ, അത് സ്ക്രിപ്റ്റ് എഴുതുമ്പോ തന്നെ ചിതു അങ്ങനെ തന്നെയാണ് എഴുതിയേക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഈ പാട്ടില്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു എഴുതിയത്. പാട്ടിന്റെ റൈറ്റ്സ് കിട്ടിയില്ലെങ്കിൽ സിനിമ ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെയായിരുന്നു. കാരണം ഈ പാട്ട് ബേസ് ചെയ്താണ് ആ സിനിമ എന്നുള്ളത് നേരത്തെ തീരുമാനിച്ചായിരുന്നു. അപ്പൊ അത് ഭയങ്കരമായിട്ട് ഹുക്കായി, ചിതുവിന് ഹുക്കായ സംഭവം. അതില്ലെങ്കിൽ ഇത് ചെയ്യില്ല എന്നുള്ള ഒരു ഇതിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പൊ എല്ലാം ചിതുവിന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ. അത് വേറെ ആർക്കും ഒന്നും ഇത് ചെയ്യാനില്ലാത്തതാണ്. ചിദംബരമാണ് അൾട്ടിമേറ്റ്. അതെ, ചിദംബരം അൾട്ടിമേറ്റ്. ഓക്കെ, ഞാൻ ഒരു ഇന്റർവ്യൂല് കേട്ടു ഗണപതി വിളിച്ച സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് എടുത്തു എന്താ അല്ല അങ്ങനെയാണ് പറഞ്ഞു കേട്ടായിരുന്നല്ലോ. അപ്പം ഒരുപാട് നാള് വെയിറ്റ് ചെയ്ത് കിട്ടിയ ഒരു റോളല്ലേ. ഇപ്പം അച്ഛൻ്റെ കുട്ടിക്കാലം ചെയ്തു, മാലിക്കിലും ലവ് ഇൻ സിംഗപ്പൂരിലൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു റോള് കിട്ടി, ഇത് എത്ര സക്സസ്ഫുൾ ആയി. ഇപ്പം 100 crores കഴിഞ്ഞു, സ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കറന്റ്ലി ആ ഒരു ജേർണിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് തോന്നി? ഭയങ്കര സന്തോഷം. ഗണപതിക്ക് എന്നെ വിളിക്കാൻ തോന്നിയത് അത് ഭാഗ്യം. ആ സമയത്ത് എനിക്ക് MB ക്രൂവിലും കാസ്റ്റിലൊക്കെ ആകെ കമ്പനി ഉണ്ടായിരുന്നെങ്കിൽ സൗഭികേട്ടാ. സൗഭിക ചിതുവിനോട് സംസാരിച്ചിട്ടുണ്ട് എന്നെ പറ്റിയിട്ട്. സൗഭിക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗോഡ് ഫാദർ, ആ ഒരു മോഡലുള്ള ഒരാളാണ് സൗഭികയുടെ ഒരു പടം. സൗഭിക പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടം, അതിലേക്ക് ഞങ്ങളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ശ്രീരാഗ് എന്ന് പറഞ്ഞിട്ട്. ശ്രീരാഗേട്ടനാണ് മാലിക്കലിന്റെ ഒരു പോർഷൻ ഗണപതിനെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അത് കണ്ടിട്ടാണ് ഗണു എന്നെ വിളിച്ച് ഇങ്ങനെ വരാൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഗണു എന്നെ കണ്ട് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് ഞങ്ങള്. ഇപ്പോഴും ഗണു എന്റെ ഫോണിൽ കിടപ്പുണ്ട ഫോട്ടോസ്. അതൊക്കെ എടുത്ത് ഞങ്ങള് ഒന്ന് പോയി. പിന്നെ ചിതു വിളിച്ചു. അങ്ങനെ ഭയങ്കര അത് വെറുതെ ജാനേമ കഴിഞ്ഞിട്ട് എന്നെ ഗണപതി വിളിക്കുമ്പോ ഞാൻ എറണാകുളത്ത് എവിടെയാണ് നിൽക്കുക. അപ്പൊ ഗണ ആദ്യം വിളിച്ചു. അപ്പൊ ഞാൻ എടുത്തില്ല എന്ന് വെച്ചാൽ ഞാൻ പുറത്തേത് കടയിലേക്ക് ഒന്ന് കയറാൻ നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് നമ്പറില്ല, ഗണപതിയുടെ നമ്പറില്ല കണ്ടത്. അപ്പൊ തിരിച്ചു വന്നപ്പോഴാണ് ട്രൂ കോളറിലാണ് ഗണപതി എന്ന് കാണുന്നത്. എന്നെ ഗണപതി വിളിക്കാൻ സാധ്യതയില്ല. ഇത് ഏത് ഗണപതിയാന്നറിയാൻ വേണ്ടി തിരിച്ചു വിളിച്ചു ഞാൻ. ഈ ഗണപതി വിളിക്കുമെന്ന് എനിക്ക് അറിയില്ലല്ലോ. അങ്ങനെ വിളിച്ചപ്പോ ഗണപതിയാണ് ഇങ്ങനെ ജാനമന്റെ ഡയറക്ടർ അടുത്തതായിട്ട് ചെയ്യുന്ന ഒരു പടം ഉണ്ട്. അപ്പൊ തന്നെ ഓക്കെ ചെന്നു കണ്ടു. പിന്നെ ടെൻഷനായിരുന്നു, സെലക്ട് ആവോ എന്നൊക്കെ ഉള്ള സാധനമാണ്. പിന്നെ അപ്പോഴേ ഞാൻ പിന്നെ ചിതുവിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ വേറൊരു പടമുണ്ട്, അത് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ തമാശക്ക് ചിതുവിനടുത്ത് പറഞ്ഞു വേറൊരു പടം വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ചിതു പറഞ്ഞാ നീ പോയി ചെയ്തോളാന്ന് പറഞ്ഞു. പക്ഷെ ഈ പടം ചെയ്തിട്ട് ചെയ്താന്ന് പറഞ്ഞു. ഈ പടം ചെയ്യാൻ നീ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ചിതുവിനെ ജസ്റ്റ് വിളിച്ചു, ഞാൻ ചെന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ ചിതു എന്നെ ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു ചിതു. അത് കണ്ടപ്പോഴേക്കും ഓണായി. അത് കണ്ടപ്പോ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയി ഞാൻ. പിന്നെ നമ്മൾ ഈ പ്രൊജക്ടിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ ഓഡീഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? ഇപ്പൊ ഉണ്ടായിരുന്നില്ല. ഡയറക്റ്റ് ഞങ്ങളെ വിശ്വസിച്ച് എല്ലാരും വിശ്വസിച്ചിട്ടാണ് ഗണപതി പരിപാടിക്ക് ഇറങ്ങിയത്. ഗണുവിന് എന്തോ ഒരു സംഭവം ഉണ്ട്, ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ളൊരു. അത് ഗണു അങ്ങനെ ഇപ്പൊ ഇന്ന ആളാണ്, അയാളാണ്, മറ്റേ ആളാണെന്നൊന്നും നോക്കൊന്നുമില്ല. ആരാണ് ആ ക്യാരക്ടറിന് ആരാ സ്യൂട്ട് ആവുന്നത് അയാളെയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ അയാള് എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഗണു അങ്ങനെ പരിഗണിക്കൊന്നുമില്ല. ഭയങ്കര അതിലൊക്കെ ഗണു ഭയങ്കര കർക്കശക്കാരനാണ്. ഓക്കെ, ഞാൻ ചോദിക്കുമായിരുന്നു ഗണപതി നമ്മളിപ്പോ ആക്ടിങ്ങിലേ കണ്ടിട്ടുള്ളൂ, വിനോദയാത്ര, ഇപ്പൊ അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ. ഇപ്പൊ ആസ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി അത് എടുത്തു പറയേണ്ട ഒന്നാണ്, പക്കാ കാസ്റ്റിംഗ് ആയിരുന്നു. അത്രയും ഹാർഡ് വർക്ക് ഉണ്ട് അതിന്റെ പുറകിൽ ഗണപതി ഗണു, ശ്രീരാഗേട്ടൻ അസോസിയേറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ വിഷ്ണു നമ്മുടെ പടത്തിൽ അഭിനയിച്ച വിഷ്ണു ഉണ്ട്. വിഷ്ണുക്ക് കാസ്റ്റിംഗിൽ ഒരു ഇതായിരുന്നു. അപ്പൊ അങ്ങനെ അവര് ഭയങ്കര ഒരുപാട് സ്ഥലത്തൊക്കെ പോയ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കുന്നത് ഭയങ്കര വലിയ പ്രോസസ്സാണ്. ഇടയ്ക്ക് നമ്മൾ വിളിക്കും, ഇവിടെ നീന്തൽ അറിയാവുന്ന പയ്യനുണ്ടോ, ഒരുപോലെ ഇരിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കാസ്റ്റിംഗ് കോളൊക്കെ. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പല സ്ഥലത്തൊക്കെ പോയി ചോദിക്കും. ചിലന്ന് കിട്ടിയില്ല. ലാസ്റ്റ് ഗണപതി തന്നെ എല്ലാം ഒപ്പിച്ചെടുത്ത് എല്ലാ സംഭവങ്ങളും. പിന്നെ ഗണപതി ഭയങ്കര ടെൻഷനാണ്. ഇത് ഗണപതി കൊണ്ടുവന്ന ഒരാള് മോശമായിട്ട് പെർഫോം ചെയ്ത് കേട്ടിട്ടുണ്ടെങ്കിൽ ഗണപതിക്കാണല്ലോ ചീത്തപ്പേര്. അപ്പൊ ഗണു എന്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. ഫസ്റ്റ് ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാരും വന്ന് പറഞ്ഞായിരുന്നു നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഗണു വന്നിട്ട് പറഞ്ഞു ഇപ്പഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ കാസ്റ്റ് ചെയ്ത ഒരാൾ നന്നായിട്ടുണ്ടെന്ന് കേൾക്കുന്ന എനിക്ക്
സന്തോഷമാണ്. നീ നന്നായി ചെയ്യുന്ന എല്ലാരും പറയണേ, കൊള്ളാം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പൊ തമിഴ്നാട്ടില് സക്സസ്ഫുൾ ആയിട്ട് പോവാണ്. അപ്പോ നമ്മുടെ ഗുണാക്കേവും അല്ലെങ്കിൽ ആ ഒരു ഉലക നായകനെ നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ. ആ ഒരു മൊമെന്റ്, അതായത് നിങ്ങൾ എന്തോ ഓട്ടോയ്ക്ക് പോകുന്നു അങ്ങനെ എന്തൊക്കെ ഞാൻ കേട്ടു, അങ്ങനെ എന്തോ കേട്ടായിരുന്നു സോഷ്യൽ മീഡിയയില്. പെട്ടെന്ന് വണ്ടി ലേറ്റ് ആയി വരാൻ, കുറച്ചുപേര് ഓട്ടോയ്ക്ക് പോയി. അയാള് പറഞ്ഞു ഗണു, ബാസി, അഭിയേട്ടൻ അവര് കുറച്ചുപേര് ഓട്ടോയ്ക്ക് പോയി. ബാലുവൊക്കെ ഞങ്ങൾ ഊബറെടുത്ത് വന്നു. പെട്ടെന്ന് ഒരു ഓട്ടോ ഫ്രണ്ടിലുണ്ടായിരുന്നു, ലേറ്റ് ആയിരുന്നു പോകാനായിട്ട്. അത് കമൽ സാറിനെ കാണാൻ പോയപ്പോഴല്ല, ഉദയനിധി സ്റ്റാലിനെ മീറ്റ് ചെയ്യാൻ പോയപ്പോഴാണ് ലേറ്റ് ആയത്. അവിടെ പോകാൻ വണ്ടി വന്നില്ല കറക്റ്റ് ടൈമിൽ. ചെന്നൈ ട്രാഫിക് കാരണം വണ്ടി വരാൻ ലേറ്റ് ആയി. ഒരു ഓട്ടോ വിളിച്ച് പോയി. അപ്പൊ ഉലകനായകനെ കണ്ട ആ ഒരു മൊമെന്റ് അത് ഭയങ്കര ഒരു, ഞാനൊന്നും സംസാരിച്ചും കൂടി ഇല്ല പുള്ളി അടുത്ത്. കണ്ടു, കണ്ടങ്ങ് ഷോക്കായി നിന്നല്ലേ, ഫോട്ടോ എടുത്തു. പുള്ളി തോളത്ത് കഴിയുമ്പോ നമുക്ക് എന്താ പോലെ സൈഡിൽ ആരാ നിക്കണെന്ന് വല്ല ബോധ്യം ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആള് സിനിമ കണ്ടായിരുന്നോ? പിന്നല്ലാതെ എന്ത് പറഞ്ഞു, ആളെന്ത് പറഞ്ഞു? പുള്ളി കമൽ സാർ പറഞ്ഞത് പുള്ളി കരഞ്ഞു. പുള്ളിക്ക് ക്ലൈമാക്സ് കണ്ടപ്പോ ഗൂസ് ബംസ് വന്നു. കേട്ടപ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. ഇത് ചിതുവിന്റെ പടം കണ്ടിട്ട് കമൽ സാറ് വിളിക്കുക, അങ്ങോട്ട് ഞങ്ങളെല്ലാരും അങ്ങോട്ട് വിളിക്കാം, ഇൻവൈറ്റ് ചെയ്ത ഞങ്ങളെ ചെന്നൈയിലേക്ക്, എല്ലാ ബോയ്സ് എല്ലാരും വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങള് പോയത് അങ്ങോട്ട്. തലേ ദിവസമാണ് വിളിച്ച് പറയുന്നത്, നാളെ കമൽ സാറ് പടം കാണുമ്പോ ബോയ്സ് എല്ലാവരും അവിടെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളൊന്നും നോക്കില്ല, ഷൂട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. ഷൂട്ടിനെ നിർത്തി വെച്ചിട്ട് നേരെ വിട്ടു ചെന്നൈക്ക്. കണ്ടു, സന്തോഷമായി. ചെന്നൈ അതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് ഞങ്ങള് കാണുന്നത്. കമൽ സാറ് വിളിച്ചു, ബാക്കിയെല്ലാം ഒരു സെക്കൻഡറി ആണ്. പ്രൈമറി അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൽ സാറിന് പടം കണ്ടു, പുള്ളി രണ്ടാമത് കണ്ടു. കമൽ സാർ രണ്ടാമത് ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊരു പുള്ളി തന്നെ ഒരു ഷോ അറേഞ്ച് ചെയ്ത് പുള്ളിയുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടിട്ട് ചിതുവിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോയി അങ്ങനെയൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര പ്രൗഡ്. നമ്മളെ പുള്ളി കാണുന്നുണ്ടല്ലോ, രണ്ടുപേരെ കണ്ടല്ലോ പുള്ളി. ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തപ്പം മഞ്ഞുമൽ ബോയ്സ് റിയൽ ടീം ഉണ്ടല്ലോ, അപ്പൊ അവരില് റിയൽ ആയിട്ടുള്ള ഈ ക്യാരക്ടറിന്റെ ആള്, അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഭയങ്കര, എനിക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം എല്ലാരും വന്ന് കെട്ടിപ്പിടിച്ചു. സുഭാഷ് ചേട്ടൻ എല്ലാരും വന്നിട്ട് ഭയങ്കര അഭിപ്രായം, അബീനെ പോലെ തന്നെ ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. അത് അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അവരുടെ ഒരു കൂട്ടുകാരനായിട്ട് നമ്മൾ അഭിനയിച്ചിട്ട് അവരത് അംഗീകരിക്കാന്ന് പറയുമ്പോൾ, ഞാൻ അഭിലാഷ് ചേട്ടന്റെ വൈഫ് മെസ്സേജ് അയച്ചായിരുന്നു എനിക്ക്, അഭിയേട്ടനെ പോലെ ഉണ്ട്, നടപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റ് അതുപോലെ തന്നെ ഉണ്ട് എല്ലാരും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാനിപ്പോ സലീം ഖാനെ കുറിച്ച് പറയുമ്പോഴല്ലോ, ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ആള് പറയണ്ടായിരുന്നു. അപ്പം ആങ്കർ ചോദിക്കുകയാണ് മക്കൾക്ക് ഫിലിമിൽ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ചോദിക്കുമ്പോൾ ആള് പറയണം എനിക്ക് താല്പര്യമില്ല, പിന്നെ അവർ മൂത്ത ആള് LLB കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പൊക്കോളൂ എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം പക്ഷെ ചെറുപ്പം മുതലേ സിനിമയിൽ ഉണ്ട് അല്ലേ ചന്തു? അപ്പൊ ആളുടെ ഒരു ഇതെങ്ങനെയായിരുന്നു? അറിഞ്ഞിട്ടുണ്ട് ഓൾറെഡി, അച്ഛന്റെ ചെറുപ്പം ചെയ്യാനാണ് എപ്പോഴും വിളിക്കുക, അതിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ. എന്നാലും ഫിലിം കണ്ടതിന് ശേഷം ആ ഒരു ക്യാരക്ടർ ഇപ്പോഴും കണ്ടിട്ടില്ല. എന്താ അങ്ങനെയാണോ? ഇല്ല, കാണാനായിട്ട് തിരക്കൊക്കെ വന്നു കഴിഞ്ഞിട്ട് എല്ലാരും ഇപ്പൊ അച്ഛൻ അതിന്റെ റിവ്യൂസ് ഒക്കെ വരുന്നതൊക്കെ കേട്ട് സന്തോഷിക്കുകയാണ്. അപ്പൊ എന്താ പറയാ, തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്നുണ്ട് അച്ഛന്. തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ട് കാണാൻ വെച്ചാൽ അല്ലെങ്കിൽ ആളുകള്. ഓക്കെ, ഈ റിവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എന്തായിരുന്നു ആളുടെ ഒരു റെസ്പോൺസ് ഒക്കെ? ഏതാ റിവ്യൂസ് വരുന്ന സമയത്ത്? കാരണം ഇൻസ്റ്റ തുറന്ന് ഇപ്പൊ എല്ലായിടത്തും മഞ്ഞുമൽ ബോയ്സ് ആണ്, ട്രോൾസ് അത് ഇത് സ്റ്റാറ്റസ് ഒന്നും പറയണ്ട, എല്ലായിടത്തും നിങ്ങളാ. പിന്നെ ഈ ഡയലോഗ്സ് ആണെങ്കിലും, പിന്നെ മറ്റേ ദൈവം ഉണ്ടോ മച്ചാനെ എന്ന് ചോദിക്കുന്ന ഒരു സാധനം, അതൊക്കെ ഫുൾ അങ്ങ് കേറി. അപ്പൊ എന്തായാലും കാണുമല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊന്നുമില്ല. എന്താ ഫേസ്ബുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യണോ? ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ അച്ഛൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനാ യൂസ് ചെയ്യുന്നത്. ആണോ? ഓക്കെ. അപ്പൊ കാണുമ്പോ ഓരോരുത്തർ വിളിക്കുമല്ലോ, ഫ്രണ്ട്സ് ഒക്കെ വിളിക്കും, ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും വിളിച്ചിട്ട് നല്ല അഭിപ്രായം പറയുന്നു, ഓരോരുത്തർ വിളിച്ചിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അച്ഛൻ. ഓക്കെ, ഇപ്പൊ എന്തായാലും കൂടുതൽ കേട്ട ഒരു കോംപ്ലിമെന്റ് കേട്ട് തഴം വന്നൊരു കോംപ്ലിമെന്റ് ആയിരിക്കും അച്ഛൻ അതേപോലെ തന്നെ പടച്ചു വെച്ചിട്ടുണ്ടെന്ന് അല്ലെ? എനിക്കും ഞാൻ ആദ്യമായിട്ടല്ല നേരിട്ട് കാണുന്നത്, പക്ഷെ ഞാൻ സ്ക്രീനിൽ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇതും ട്രോൾസ് വന്നതാണ്. കോട്ടക്കിട്ട് അവിടെ ഇരിക്കുന്ന സമയത്തും ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് അതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് കേട്ടോ, ഭയങ്കര സാമ്യം, എല്ലാം കറക്റ്റ് സാമ്യം. നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം.
ഭയങ്കര വൈറലാണ്. ഞാൻ കണ്ടതാ. ഈ ഇങ്ങനെ കുറെ സ്റ്റാറ്റസും വീഡിയോസ് ഒക്കെ ഇപ്പൊ ഇതിനൊക്കെ റിയാക്ട് ചെയ്യാറുണ്ട്. ലൈക്ക് ഇടും, കമന്റ് ഇടും. കമന്റ് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കമന്റ് ഇടൂല. ഇല്ല, മറ്റേതിന് കമന്റ് ഇടില്ല. കമന്റ് ഇട്ടാൽ ഇന്ന ചെയ്യാം. സിനിമ നമ്മുടെ മാക്സിമം പ്രൊമോഷൻ ടൈം ആണല്ലോ, മാക്സിമം ആൾക്കാരെ തിയേറ്ററിൽ കയറ്റാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ അവര് അങ്ങനെ പറയുമ്പോ നമ്മൾ എന്തായാലും കമന്റ് ഇടും. ഓക്കെ. ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ അച്ഛൻ സിനിമയിലാണ്, അപ്പോൾ ചെറുപ്പം മുതൽ ആ ഒരു അദ്ദേഹത്തിന്റെ സ്ട്രഗിളും ആ ഒരു പാഷനും എല്ലാം കണ്ടു വളർന്ന ഒരാളാണല്ലോ. അപ്പൊ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ജേർണിനെ ഇൻസ്പയർ ചെയ്തത് ഫിലിം കരിയറിലേക്ക് വന്നപ്പോൾ? ഫിലിം കരിയർ നമ്മൾ അച്ഛനെ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെ പറ്റിക്കാതെ ജീവിക്കാൻ നോക്കുക. അത് തന്നെ ഫോളോ ചെയ്യാനാണ് എന്റെ ആഗ്രഹം. വേറെ ഒന്നിനെ പറ്റിയും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ്, അതാണ് ഇപ്പൊ ഇൻസ്പയർ ചെയ്തത്. ഇപ്പം അച്ഛൻ ഒരുപാട് കോമഡി ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് കോമഡി ചെയ്യുന്ന ആൾക്കാരൊക്കെ റിയൽ ലൈഫിൽ നേരെ വൈസ് വേഴ്സ ആയിരിക്കും, കുറച്ച് സീരിയസ് ആയിരിക്കും. ആസ് എ ഫാദർ എങ്ങനെയാ സലീംക്ക് വീട്ടിൽ? കോമഡി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ സീരിയസ് ആയിരിക്കുന്നൊന്നുമില്ല. അച്ഛനങ്ങനെ സീരിയസ് ഒന്നുമല്ല. സീരിയസ് എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയത്ത് സീരിയസ് ആണ്. അല്ലാത്ത സമയത്ത് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ വീട്ടില് ആരെങ്കിലും വന്നാലും അല്ലെങ്കിൽ ഞങ്ങള് 4 പേരാണെങ്കിലും ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിരിക്കും. ഇങ്ങനെ എന്തിനാ വഴക്കൊക്കെ കേൾക്കുന്നത്? കൂടുതലും വഴക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒട്ടും പറഞ്ഞിട്ടില്ല? നല്ല കുട്ടിയായിരുന്നോ? വഴക്ക് പറയാറില്ല. കുരുത്തനായിട്ട് കുട്ടിയായിരുന്നു? എങ്ങനത്തെ കുട്ടിയായിരുന്നു? ഞാനോ? കുരുത്തക്കേട്ടോ അത്ര ഭയങ്കര കുരുത്തക്കേടൊന്നും ആയിരുന്നില്ല. ഞാൻ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കുന്നത് അല്ല, അമ്മയാണ് കൂടുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാനിവിടെ സച്ചിന്റെ റിട്ടയർമെന്റ് ആണെന്ന് തോന്നുന്നു. അത് വൈകുന്നേരത്ത് കഞ്ചൻസാന്ന് പറഞ്ഞിട്ടൊരു പുള്ളി തന്നെയാണ് അവിടെ. പുള്ളിയുടെ മാത്സ് ട്യൂഷൻ ഉണ്ട്. അപ്പൊ അവിടെ പോവാതെ ഞാൻ സച്ചിന്റെ റിട്ടയർമെന്റ് ആണ് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരിക്കുകയാണ് എല്ലാവരും കൂടി. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന വഴിക്ക് അമ്മ അവിടെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്ന വഴിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഞാനില്ല അവിടെ. അങ്ങനെ വീട്ടിൽ പിടിച്ചു സീനൊക്കെ. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛൻ ചോദിച്ചത്, അമ്മ പറഞ്ഞു എന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ് ചീത്തൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ അച്ഛൻ ചോദിച്ചു, എല്ലാവരെയും കൊണ്ട് എവറസ്റ്റ് കയറാൻ പറ്റില്ല. ചില ആൾക്കാർ കയറും, ചില ആൾക്കാർ കയറില്ല. അത്രേ ഉള്ളൂ. അത്രേ പറഞ്ഞുള്ളൂ എൻ്റെ അടുത്ത്. മോൻ ക്ലാസ്സിൽ കയറിയില്ല, ചിലവർ കയറും ചിലവർ കയറില്ല. അത്രേ ഉള്ളൂ. കൂളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഓക്കെ, അടിപൊളി. ഇപ്പോൾ അച്ഛൻ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഇങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അങ്ങനെ ഫേവറേറ്റ് ഉള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അച്ഛന് മാതൃകയുള്ള സാമുവൽ ഇഷ്ടമാണ്. കോമഡി ആണെങ്കിൽ മറ്റേ ചട്ടമ്പിനാടിലെ ഗോപാലൻ. അപ്പോൾ നമ്മളിങ്ങനെ മഞ്ഞുമൽ ബോയ്സ് കാണുന്ന സമയത്തെ എല്ലാവരും ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമ്മളെ ഞെട്ടിച്ചൊരു മേക്ക് ഓവർ ആയിരുന്നു ജീൻ ചേട്ടൻ്റെ. ശരിക്കും പറഞ്ഞാൽ അതെ, എസ്പെഷ്യലി ടൂർ പോകുന്ന സമയത്തുള്ള ആ കാറിൻ്റെ അവിടെ വന്നിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ നമ്മൾ തന്നെ വിചാരിക്കും ഇത് ആ പുള്ളിയാണ് ഈ പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാൻസം ആയിട്ടുണ്ടായിരുന്നു സ്ക്രീനിൽ കാണാൻ. അപ്പൊ ഫസ്റ്റ് താടിയിലാണ്ടൊക്കെ ആളെ കണ്ടപ്പോ എങ്ങനെ ആ ഒരു സീനൊക്കെ എങ്ങനെ? ആ സീനൊക്കെ ജീൻ ചേട്ടന്റെ ഇപ്പൊ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ജീൻ ചേട്ടൻ വരുന്നത് ചെയ്യുന്നു. അത് ജസ്റ്റ് വണ്ടിയിലേക്ക് കയറുന്ന സംഭവമാണ്. മറ്റേ സാധനമൊക്കെ അത് ഭയങ്കര ചിരിച്ചിരിച്ച് ഞങ്ങള് ലൈവ് കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ക്ഷീണ വന്ന് വണ്ടി നിർത്തുന്നതും അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും സംഭവങ്ങളൊക്കെ ചിരിച്ച് കണ്ടിട്ട് ഭയങ്കര എല്ലാവരും ഞാൻ സൗഭിക്ക് അപ്പുറം ഇരിക്കണേ. ഞങ്ങൾ ചിരിച്ച ആവശ്യതേ പറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ ചീഞ്ചേട്ടൻ അങ്ങനെ നമ്മള് താടി എടുത്ത് കണ്ടിട്ടില്ല നമ്മള് കൊടയിൽ വെച്ചിട്ട്. അതുവരെ ഇങ്ങനെ താടി ഉണ്ടായിരുന്നു. നമ്മള് താടി പോകുന്ന നമ്മള് എക്സ്പെക്ട് ചെയ്യുന്നില്ല. താടി എടുക്കുമെന്നുള്ളതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മള് ഒരുമിച്ചാണ് മേക്കപ്പ് നമ്മളെല്ലാവരെയും മേക്ക് ഓവർ നടത്തുന്നത്. അപ്പൊ ഞങ്ങള് കണ്ട് പെട്ടെന്ന് സൈഡിലേക്ക് നോക്കുമ്പോ ചീഞ്ചയുടെ താടിയൊക്കെ എടുത്തിട്ട് നിൽക്കുക. എല്ലാരും ഞെട്ടി. എല്ലാരും പോലെ തന്നെ ഞാനും ഞെട്ടി. ഭയങ്കര ഹാൻസം ആയിരുന്നു. ഓ അടിപൊളി, ഭയങ്കര നല്ല രസമല്ലേ കാണാൻ? ഭയങ്കര ഐശ്വര്യം, ഭയങ്കര അടിപൊളി. ഇപ്പൊ അതേപോലെ തന്നെ നമ്മുടെ സെറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കൊടൈക്കനാലിൽ ഗുണാക്കീവൊക്കെ ഇവിടെ പെരുമ്പാവൂരിൽ കൊണ്ടുവന്ന് റീക്രിയേറ്റ് ചെയ്തു 4 കോടിയുടെ ആ ഒരു സെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഫൈനലൈസ് ചെയ്തതിനു ശേഷം ആ സെറ്റ് ആദ്യമായിട്ട് കണ്ടപ്പോ എന്തായിരുന്നു മൈൻഡിലൂടെ പോയാ? അത് നമ്മള് ഓൾറെഡി ഗുണയില് താഴെ നമ്മള് ഷൂട്ട് ചെയ്താ. അപ്പൊ നമ്മൾ ഒറിജിനൽ ഗുണാക്കീവില് അത് കമലഹാസൻ ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ പോയി ഷൂട്ട് ചെയ്താ. നമ്മള് തിരിച്ചിവിടെ വന്നിട്ട് നമ്മുടെ നാട്ടില് കുറച്ച് നാളെ കഴിഞ്ഞിട്ടായിരുന്നു കൊടൈ ഷെഡ്യൂൾ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 3 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു. മഞ്ഞുമൽ ഷെഡ്യൂളും കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിലേക്ക് വരുന്നത്. അപ്പൊ ഏകദേശം 1 മാസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അല്ലാതെ
കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ സെറ്റിലേക്ക്. അപ്പൊ കൊടയിലൊക്കെ കണ്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് പിന്നെ നമ്മള് കാലടിയിൽ സെറ്റ് ഇട്ടേക്കുന്നത് ഗോഡൌണിൽ വന്ന് മൊത്തം ഒരു ഹോളിവുഡ് സെറ്റപ്പാ. ആദ്യം ചെല്ലുമ്പോ നമ്മൾ കുറെ കമ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണ പരിപാടിയൊക്കെ കാണുള്ളൂ. ഇല്ലാത്ത എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഞാൻ ആദ്യം ചെന്ന് കയറുമ്പോ ഞാനും കേടുമായിരുന്നു തോന്നാം. ആദ്യം ചെന്ന് നമ്മൾ ഒരു ദിവസം മുമ്പേ പോയായിരുന്നു സെറ്റ് കാണാൻ വേണ്ടിട്ട്. അപ്പൊ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സംഭവം വേറെ ലെവല്. ഷൈജുക്കടെ ലൈറ്റിങ്ങും ശരിക്കും ഭയങ്കര ഇട്ട അവിടെ ലൈറ്റ് ചെയ്തിട്ട് ശരിക്കും സൂര്യന്റെ വെളിച്ചം എങ്ങനെയാണോ പാസ് ചെയ്ത് തന്നെ ആ മൂഡില് ആക്കി വെച്ചേക്കും. അത് കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പുറത്ത് ഇരുട്ട് അകത്ത് വേറെ സംഭവം. നോക്കുമ്പോ അവിടെ അജയേട്ടന്റെ സെറ്റിൽ ഇങ്ങനെ കുറെ പഴുതാര തേരട്ടെ കഴിഞ്ഞു പോകുന്നുണ്ട്. ഒറിജിനല് അല്ല സെറ്റ് ഇട്ടേക്കണല്ല, തേരട്ടേക്ക് പുള്ളി കൊണ്ട് ഇട്ടേക്കണ അവിടെ. അവിടെ എക്കോസിസ്റ്റം അജയേട്ടൻ ക്രിയേറ്റ് ചെയ്തു. ചെടിയൊക്കെ ഒറിജിനലായിരുന്നു. കുറെ ചെടികൾ, കുറച്ച് പ്ലാസ്റ്റിക് എന്തൊക്കെ ഉണ്ടായിരുന്നു. കുറെ ചെടികളൊക്കെ ഒറിജിനൽ ചെടികളൊക്കെ വെച്ചിട്ട് അതൊക്കെ നനക്കാനൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് കണ്ടപ്പോ ആണ് ഞെട്ടിപ്പോയി. ഒരു രക്ഷയില്ലാത്തൊരു പരിപാടിയായിരുന്നു ഫസ്റ്റ് ഡേ കാണുമ്പോ. പിന്നെ നമ്മള് അതായിട്ട് ജെല്ലായി. പിന്നെ നമ്മള് ഗുണാക്കികളാണെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ വരുന്നത്. അതേപോലെ തന്നെ തണുപ്പും ക്രിയേറ്റ് ചെയ്തു അല്ലേ? തണുപ്പ് AC, തണുപ്പുണ്ടായിരുന്നു, മിസ്റ്റ് ഉണ്ടായിരുന്നു, റെയിൻ ഉണ്ടായിരുന്നു, ഫോഗ് ഉണ്ടായിരുന്നു, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം വരാനൊക്കെ താഴെ കൂടെ ഒഴുകി വെള്ളം വരുന്നില്ലേ, വെള്ളം ഒഴുകി വരുന്നു, അതൊക്കെ സെറ്റ് ചെയ്ത് കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പരിപാടികളുടെ ഒരു റിസൾട്ട് ആണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഹാർഡ് വർക്കിന്റെ ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നാലും നമുക്ക് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ടാവും. ഗെയിം എന്താന്ന് വെച്ചാൽ ചെറിയൊരു സെഗ്മെന്റാ. സലീംക്ക് അഭിനയിച്ച കുറച്ച് ക്യാരക്ടേഴ്സ് പറയുന്ന ഡയലോഗ്സ് ഞാൻ പറയും. അത് ഏത് സിനിമയുടെ ക്യാരക്ടറാന്ന് പറയണം. സിമ്പിളാ. ഓക്കെ. ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. കറക്റ്റ്. വേറെ ഈശ്വര ഇവിടെ ആരുമില്ല ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. എന്നാലും ഇത് പുലിവാൽക്കലാണല്ലോ അല്ലേ? തെങ്കാശിപട്ടണം. ഓക്കെ. പക്ഷെ ഇത് നമ്മൾ റിയൽ ലൈഫിൽ പറയാറുണ്ട് കേട്ടോ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. ഹൗ ബ്യൂട്ടിഫുൾ പീപ്പിൾ. എല്ലാം അറിയാലേ. നല്ല ബെസ്റ്റ് കോമഡി. തൊമ്മൻ മക്കളല്ല, ചട്ടമ്പിനാട്. ആ തൊമ്മൻ മക്കളും ശരിയാ. ഇവിടെ മാർഗമുള്ള. ഓക്കെ. അടുത്തത്, ഈ ബ്ലഡി മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ഗൾഫിൽ കൂലിപ്പണിയാണെന്ന്. ഓക്കെ. ലാസ്റ്റ് വൺ, ഇതൊക്കെ എന്ത്? സൂപ്പറായിട്ട് വിളിച്ചു. എല്ലാം ഫോളോ ചെയ്യാറുണ്ടല്ലോ ക്യാരക്ടേഴ്സ് ഒക്കെ. ശരി, നമ്മള് സിനിമയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ഫ്യൂച്ചർ അടുത്ത നെക്സ്റ്റ് പടം നടികർ ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഓക്കെ, അതാണ് നെക്സ്റ്റ് പ്രോജക്റ്റ്. നമ്മൾ ഇതിലുണ്ടല്ലോ ഇപ്പൊ പല റിവ്യൂവേഴ്സും എല്ലാം നല്ല റിവ്യൂസ് പറയുന്നെങ്കിൽ പോലും പല ആൾക്കാർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ പോയൊരു ക്യാരക്ടർ ഉണ്ട്. ആരായിരിക്കും? ഖാലിദ് റഹ്മാൻ. ആ ഒരു ക്യാരക്ടർ പല ആൾക്കാർക്കും എല്ലാരും പറയണ ഡ്രൈവറായിട്ട് ചെയ്ത പുള്ളി തകർത്തു. പക്ഷെ അത് ഇദ്ദേഹമാണെന്ന് പല ആൾക്കാർക്കും അറിയില്ല. അതും ഒരു അസാധ്യ ഒരു എന്താ പറയാ, നമ്മളെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് ആയിരുന്നു. അതും പറയാതിരിക്കാൻ പറ്റില്ല, ചാൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അല്ലേ? എങ്ങനെയായിരുന്നു ഒരു ഡയറക്ടർ ആക്ടറിലേക്ക് വന്നപ്പോഴേക്കും? ഇപ്പൊ ജീൻ ചേട്ടനാണെങ്കിലും ഖാലിദ് റഹ്മാൻ ആരെങ്കിലൊക്കെ ഫസ്റ്റ് എടുക്കുന്ന ഫോട്ടോ എടുക്കുമ്പോ റഹീംഖാനെ വിളിക്കുന്നതാ. നമ്മള് ഫോട്ടോ പാട്ടില് നെബുലകൾ പാട്ടില് അതായിരുന്നു റഹീംഖാൻ ഫസ്റ്റ് ഷോട്ട്. റഹീംഖാൻ അഭിനയിച്ച ഫസ്റ്റ് ഷോട്ട് അതായിരുന്നു. അപ്പൊ തന്നെ നമുക്ക് ഓക്കെ കൊള്ളാം, റഹീംഖ കൊള്ളാം. റഹീംഖയ്ക്ക് ഭയങ്കര ചെല്ലായിരുന്നു നമ്മള്. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഇതെങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് പുറത്ത് പോകുമ്പോ റിസപ്ഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെ അറിയായിരുന്നു. റഹീംഖ അടിപൊളിയാണ്, ഭയങ്കര നാച്ചുറലാണ് റഹീംഖ. ഞാൻ റഹീംഖയുടെ പെർഫോമൻസിന് വിലയിരുത്തുന്ന ഒരാളല്ല എങ്കിലും റഹീംഖ കൊള്ളായിരുന്നു. അല്ല, ഒരു ഡയറക്ടർ ഒരു ആക്ടറിലേക്ക് വരുമ്പോഴേ ആ ഒരു ചേഞ്ച് എങ്ങനെങ്കിലും ഫീൽ ചെയ്തായിരുന്നോ? കാരണം ഒരു നല്ല ഡയറക്ടറിന്റെ ഒരു നല്ല ആക്ടർ ആവാൻ പറ്റും. റഹീംഖ ഡയറക്ടർ എല്ലാവർക്കും ഹിറ്റ് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ പുള്ളിയുടെ ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് നേരത്തെ റഹീംഖ പറവയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ സൗബിൻക ഒരു ആസ് എൻ ആക്ടറും ആസ് എ പ്രൊഡ്യൂസറും എങ്ങനെ ഉണ്ടായിരുന്നു?
ആസ് എൻ ആക്ടറും പ്രൊഡ്യൂസറും ഞങ്ങൾ എന്തായാലും ആസ് എൻ ആക്ടർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാരും ഭയങ്കര ഒരുമിച്ചാണല്ലോ എപ്പോഴും. ഞങ്ങൾ ഭയങ്കര ജെല്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും ഇപ്പൊ റഹീംക്കാണെങ്കിലും ജിഞ്ചേട്ടനാണെങ്കിലും സൗബിക്കാണെങ്കിലും ബാസിയാണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ ബാലു ഞാൻ കാണും അങ്ങനെ അരുൺ കുര്യൻ വിഷ്ണു അഭിരാമേട്ടൻ ദീപകേട്ടൻ അവരൊക്കെ സെറ്റായിട്ടിരിക്കുന്ന ഇവര് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഡയറക്ടേഴ്സ് അങ്ങനെ അതാണ്. എന്നാലും അവരൊക്കെ നമ്മളുടെ വൈബിലേക്ക് ഇറങ്ങി വന്ന് നമ്മളായിട്ട് ജെല്ലായി. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കളിയാക്കി ഏറ്റവും ഒരാൾക്ക് ഏറ്റവും പാടുള്ള സിനിമ ചിലപ്പോ മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കും ഒരു ആക്ടറിനെ അഭിനയിക്കാനായിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ വേണ്ടിട്ട് മാത്രമാണ്. ഒരു സീൻ എങ്ങനെ നന്നാക്കാം എന്നല്ല നമ്മൾ ആലോചിക്കുന്നത്, ഒരു സീന് മറ്റവൻ എങ്ങനെ അടുത്ത ടേക്കിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഒരാള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക, ഇപ്പൊ ഒരാളെ ക്ലോസ് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സൈഡില് നോക്കിക്കുന്ന ആൾക്കാർ ബാക്കി എല്ലാവരും കൂടെ അയാളെ എങ്ങനെ ചിരിപ്പിക്കാം, അയാളെങ്ങാനും ഒരെണ്ണം തെറ്റിച്ചാല് പിന്നെ തീർന്നു, അന്നത്തെ അവന്റെ ദിവസം പോയി. അങ്ങനത്തെ ഒരു മൂടാ ഷൂട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിങ്ങനെ ആരുന്നൊന്നുമില്ല. പ്രൊഡ്യൂസർ സൗബിക്കാണെങ്കിലും ജീൻചേട്ടനാണെങ്കിലും ആരാണെങ്കിലും തെറ്റിച്ചു കഴിഞ്ഞാൽ നമ്മള് കളിയാക്കും. തെറ്റിച്ചിട്ടുണ്ടോ? അല്ല, തെറ്റിക്കുന്നത് അങ്ങനെയല്ല. ഒരു സീൻ ഇപ്പൊ എല്ലാവർക്കും എല്ലാം ശരിയായിട്ട് ചെയ്യില്ലല്ലോ. അപ്പൊ ആരാണെങ്കിലും ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും, അതായത് ഒരാളൊന്ന് ജസ്റ്റ് ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ കളിയാക്കാൻ വേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കുള്ളൂ. തെറ്റില്ലേ നമ്മൾ ആലോചിച്ചിട്ടായിരിക്കും രീതിയിൽ. കാരണം തെറ്റിക്കഴിഞ്ഞാൽ തീർന്നു, കളിയാക്കല. അങ്ങനെ കൊല്ലാൻ വേണ്ടിട്ടല്ല, ചുമ്മാ നമുക്ക് രസം തെറ്റാൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് ദൈവമേ തെറ്റണേതായിരിക്കും എല്ലാവരും പ്രാർത്ഥന, തെറ്റണേ എന്നുള്ള ആ ഒരു കൂടുതലുള്ള അങ്ങനെ നമ്മള് അങ്ങനെ വർക്ക് ചെയ്തതാണോ അത്. ഭയങ്കര പ്രശ്നമാണ് അഭിനയിക്കാനായിട്ട്. നമ്മളെ എന്തെങ്കിലും മോശമായിട്ട് ചെയ്ത കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പൊ ആരെങ്കിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ഇടണം. അത് ഇട്ട് കഴിഞ്ഞാൽ മോശമാകാൻ പാടില്ല. മോശമായി കഴിഞ്ഞാൽ പിന്നെ കളിയാക്കി തീർന്നു, അന്നത്തെ ദിവസം പോയി. കളിയാക്കിക്കൊണ്ടിരിക്കും അവസാനം വരെ. പിറ്റേ ദിവസം ഒരാളെ കിട്ടുന്നവരെ ഇയാളിൽ ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് എല്ലാവരും ചെയ്തത്. അതെ, അങ്ങനെ. ഓക്കെ, ഇപ്പം നമ്മളിതൊരു ട്രിപ്പിന് പോകുന്ന റിയൽ സ്റ്റോറിയാണ്. അപ്പോൾ ട്രിപ്പിന് പോകുന്ന അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളും റിയൽ ലൈഫിൽ അങ്ങനെ എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്സോ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട് അബദ്ധങ്ങൾ പറ്റുക അങ്ങനെ എന്തെങ്കിലും? പ്ലാൻഡ് ആയിട്ടോ പോയതിന് ഇഷ്ടപ്പെട്ട വലിയ അധികം ട്രിപ്പ് ഒന്നും പോകണല്ലോ. എന്റെ അനിയന ഭയങ്കര ട്രിപ്പൊക്കെ പോകണാള്. ഞാനും കൂടി വന്നത് ആഗമൻ. എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര പ്ലാനുള്ള ആൾക്കാരാണ്. ഒരുപാട് പ്ലാൻ ചെയ്യും, എങ്ങും പോവില്ല. അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കും ഞങ്ങള്. എവിടേക്ക് കുറെ ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ കണ്ടുപിടിക്കും. ലാസ്റ്റ് ഞങ്ങള് വാഗമണി പോകും. അങ്ങനത്തെ ഒരു മൂടുള്ള ആൾക്കാരാണ്. ഞങ്ങളെ ഒരു ഏറ്റവും ലാസ്റ്റ് പോയെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറെ പേര് കാനഡക്കൊക്കെ പോകുന്ന ആ ടൈം ഉണ്ടായിരുന്നു. ഒരു മൈഗ്രേഷൻ പീരീഡ് ഉണ്ടായിരുന്നല്ലോ, കേരളത്തിൽ നിന്ന് ഒരുപാട് പേരൊക്കെ പോയല്ലോ. ആ ടൈം പോണതിനൊപ്പം ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറച്ച് പേര് ഞങ്ങൾ ഗോവ പോയായിരുന്നു. അത് ഞങ്ങൾ പ്ലാൻ ചെയ്യാതെ പോയതാ. അല്ലെ ഞങ്ങൾ അതുവരെ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പ് നടന്നിട്ടില്ല. ഗോവ പ്ലാൻ ചെയ്യാതെ പോയി. 2 ദിവസത്തെ ഗോവ ട്രിപ്പ് ഒക്കെ പോയ വളരെ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ. ശനി ഞായർ ജോലിക്കാരെല്ലാവരും. അപ്പൊ ശനി ഞായറുള്ളൂ. ഞങ്ങള് വെള്ളിയാഴ്ച വൈകുന്നേരം പോയിട്ട് ശനി ഞായറും ഗോവ നിന്നിട്ട് തിങ്കളാഴ്ച വെളുപ്പിന് തിരിച്ചു വന്നു. അങ്ങനത്തെ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഇതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അതിനുവേണ്ടി പോകുന്ന ആൾക്കാർ. അങ്ങനെ ഞാൻ ട്രിപ്പ് പോയിട്ടില്ല. അപ്പം അങ്ങനത്തെ മെമ്മറീസ് ആയിരിക്കും ട്രിപ്പ് റിലേറ്റഡ്. പക്ഷെ ഈ സിനിമ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു സൗഹൃദം, ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ലൈഫിൽ ചന്തുവിൻ്റെ അടുത്ത് ഇപ്പോൾ വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് മെമ്മറി, അല്ലെങ്കിൽ വാട്ട് ഈസ് ഫ്രണ്ട്ഷിപ്പ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരാണ് ഫ്രണ്ട്സ്. അതാണല്ലോ ഫ്രണ്ട്ഷിപ്പ്. അത് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാ. ഒരുപാട് ഭയങ്കര കാണുന്നവരൊക്കെ ഫ്രണ്ട്സ് ആക്കുന്ന ആളല്ല. എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാര് ഉറപ്പായിട്ടും. ഇനിയിപ്പോ ഞാൻ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് പോലും ഞാൻ അങ്ങനെ ഭയങ്കര സൗഹൃദം കീപ്പ് ചെയ്യുന്ന ആളെന്നല്ല. ചിലപ്പോൾ ഭയങ്കര ക്ലോസ് ആയി എപ്പോഴും എല്ലാ ദിവസവും സംസാരിക്കുമായിരിക്കും. പക്ഷെ അതല്ലല്ലോ, എല്ലാ ദിവസവും സംസാരിക്കുന്നതല്ല ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സംഭവമാണ്. അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് വർഷങ്ങളായിട്ട്. എനിക്കെന്ന് പറഞ്ഞാൽ അതായത് ഞാൻ ഇന്ന് കണ്ട് നാളെ ഫ്രണ്ട് ആവുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് വർഷങ്ങളായി. ഞാനിപ്പോ എനിക്ക് 1ാം ക്ലാസ് തൊട്ടുള്ള ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ചെന്ന് ചേർന്നപ്പോ തൊട്ടുള്ള ഫ്രണ്ട്സ് ആണ് എനിക്ക് ഇപ്പോഴും ഉള്ളത്. ഈ ലോങ് ടേം ഫ്രണ്ട്സ് ആണ് ഉള്ളത്. അല്ലാതെ എനിക്ക് പെട്ടെന്ന് കണ്ട് ഒരാളെ കണ്ടു ഇപ്പൊ അയാളായിട്ട് ഫ്രണ്ടായി പിന്നെ അവരുടെ കൂടെ അങ്ങോട്ട് പോയി മറ്റേ ഫ്രണ്ട്സിനെ മറന്നു, അങ്ങനെ എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് 1ാം ക്ലാസ് തൊട്ട് ആരൊക്കെയോ ഉള്ളത് അവരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്റെ കൂടെ. അതിന് ഒരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഗ്രേറ്റാ. അത് ഞങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മളൊരാൾ വിചാരിച്ച് നമുക്ക് നടക്കില്ല. നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സും അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്.
അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ അവര് മോശപ്പെട്ട ആൾക്കാരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തല്ലുപിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോകും. പക്ഷെ ഞങ്ങൾ അടി ഉണ്ടാക്കാറുണ്ട്, ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കും, പിന്നെ അത് സോൾവ് ആകും. അത്ര കാര്യമൊന്നുമല്ല, അടി ഉണ്ടാവുമല്ലോ. അതെ, ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഒരുപാട് സന്തോഷം എനിക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ലായിരുന്നു. പക്ഷെ എല്ലാവരും കിട്ടിയില്ലായിരുന്നു. പക്ഷെ ചന്ദുവിനെ കിട്ടിയതിലും സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മഞ്ഞുമൽ ബോയ്സ് ഇനിയും 100 ദിവസങ്ങൾ ഓടട്ടെ, അതിലപ്പുറം ഓടട്ടെ, ഒരുപാട് വലിയ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ. എനിക്കറിയാം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്, സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അഭിനയത്തിന് അത്രയും പാഷനായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ്. സോ അതിനനുസരിച്ച് ആഗ്രഹിക്കുന്ന എല്ലാ റോൾസും കിട്ടട്ടെ. ഇനി നമുക്ക് ഇതുപോലെ ഇന്റർവ്യൂവിന് ഇരിക്കാൻ സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.